ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. 16 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം 29 പേർ ഭൂമിയുടെ അവകാശികളായി. ബീച്ച് റോഡ് ഇമാനുവൽ റെസിഡൻസ് അസോസിയേഷനിലെ 29 പേർക്ക് പോക്കുവരവ് രേഖകൾ KJ മാക്സി MLA കൈമാറി. കഴിഞ്ഞ 16 വർഷമായി തങ്ങളുടെ കൈവശമുള്ള ഭൂമിക്ക് റവന്യൂ രേഖകൾ ലഭിക്കുന്നതിനായി കയറി ഇറങ്ങുകയായിരുന്നു ബീച്ച് റോഡ് ഇമാനുവൽ റെസിഡൻസ് അസോസിയേഷൻ പരിധിയിലെ 29 കുടുംബങ്ങൾ. അവരുടെ ഓട്ടപ്പാച്ചിലിന് ഒടുവിൽ പരിസമാപ്തിയാവുകയാണ്. ഈ കുടുംബങ്ങളുടെ കൈവശമുള്ള ഭൂമി പോക്കുവരവ് ചെയ്ത് ഇതിന്റെ റവന്യൂ രേഖകൾ KJ മാക്സി MLA കൈമാറി. നമ്മുടെ ഈ പ്രദേശത്ത് ഈ ഫോർട്ട് കൊച്ചി രാമേശ്വരം പ്രദേശത്ത് ഇതുപോലത്തെ ഒരുപാട് കേസുകളുണ്ട്. ആദ്യം പ്രധാനമായിട്ടും വന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചി വില്ലേജിൽ വരുന്ന മിനി കോളനിയിൽ ഏതാണ്ട് 100-ഓളം വരുന്ന കുടുംബങ്ങളുണ്ട്. പട്ടയില്ല. അതിനു മുമ്പ് ഒരുപാട് കാലഘട്ടത്തിൽ ഒരുപാട് ഇടപെടലുകളും പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടും അവസാനം ഗവൺമെൻറ് റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു. ഒന്ന് ഇങ്ങനൊരു ഭൂമിയായിരുന്നത്, ഒരു സ്ഥലമേ ഇല്ല, ഇത് കടലിൽ വെച്ചുണ്ടായ ഭൂമിയാണ്. ഇവരൊക്കെ ഭയങ്കര നിരാശയിലും ഒക്കെ ആയിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളായി. അങ്ങനെയാണ് ഗവൺമെൻറ് വന്നതിന് ശേഷം, ഗവൺമെൻറ് വന്നതിന് ശേഷം റവന്യൂ മന്ത്രിയുടെ വലിയ ഇടപെടലുകളാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടുന്നത്. ആ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ആ ഇല്ലാത്ത ഭൂമി ഉണ്ടാക്കി അവർക്കൊക്കെ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു. മുഴുവൻ കുടുംബങ്ങൾക്കും 3 സെൻറ്റ് വീതം പട്ടയം. ഓരോരുത്തരുടെ കൈവശമുള്ള ഭൂമിയിൽ 3 സെൻറ്റ് പരമാവധി കൊടുക്കാൻ പാടും. കുറേ ഉള്ളവർക്ക് അത്രയും, ഇല്ലാത്തവർക്ക് 3 സെൻറ്റ് കൊടുത്തു. അവർക്കൊക്കെ ഇപ്പോൾ സ്വന്തമായൊരു ഭൂമിയായില്ല, ആധാരമായി ഭൂമിയുടെ ഉടമകളായി. അതുപോലത്തെ വിഷയം നമ്മുടെ ഫോർട്ട് കൊച്ചി കൽവത്തി ഭാഗത്തുണ്ടായിരുന്നു, തിരുത്തി ഭാഗത്തുണ്ടായിരുന്നു. അതൊക്കെ കുറേ പട്ടയം കൊടുത്തു. രാമേശ്വരത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലുണ്ടായിരുന്നു. പ്രശ്നമായിരിക്കുകയാണ്. അപ്പോൾ അന്ന് റെസിഡൻസിൻ്റെ പ്രസിഡന്റ് ഇവരുടെ കൈവശമുള്ള ഭൂമി കൊച്ചി താലൂക്ക് രാമേശ്വരം വില്ലേജിൽ സംസ്ഥാന ഹൗസിംഗ് ബോർഡിന്റെ തണ്ടപ്പേരിലാണ് കിടന്നിരുന്നത്. ഈ ഭൂമി നേരത്തെ സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഹൗസിംഗ് ബോർഡ് ഏറ്റെടുത്തതാണ്. എന്നാൽ ഇതറിയാതെ 29 കുടുംബങ്ങൾ ചില ഇടനിലക്കാരുടെ ഇടപെടൽ വഴി സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഭൂമി വില കൊടുത്തു വാങ്ങുകയായിരുന്നു. ഈ ഭൂമിയുടെ പോക്കുവരവിനായി വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴാണ് ഭൂമി ഹൗസിംഗ് ബോർഡിന്റെ പേരിലാണെന്ന് മനസ്സിലാവുന്നത്. തുടർന്ന് അന്നത്തെ വില്ലേജ് ഓഫീസർ ജോസഫ് ആന്റണി ഹെറ്റിസ് ഹൗസിംഗ് ബോർഡിലേക്ക് NOCക്കായി കത്തെഴുതി. എന്നാൽ പോക്കുവരവ് അനുവദിക്കരുതെന്ന മറുപടിയാണ് ലഭിച്ചത്. പിന്നീട് ആന്റണി ഹെറ്റിസ് ഡെപ്യൂട്ടി തഹസിൽദാരായി കൊച്ചിയിലെത്തിയപ്പോൾ കുടുംബങ്ങൾ വീണ്ടും സമീപിച്ചു. വീണ്ടും എഴുത്തുകുത്തുകൾ നടന്നു. തുടർന്ന് ജുഡീഷ്യറിയുടെയും KJ മാക്സി MLAയുടെയും ഇടപെടലുകൾ വഴി ഇവർക്ക് പോക്കുവരവ് ചെയ്തു കൊടുക്കുവാൻ നടപടികളാവുകയായിരുന്നു. KJ മാക്സി MLAയുടെ നിരന്തര ഇടപെടലുകൾ ഇവർക്ക് ഗുണകരമായി. നിരന്തര കുടുംബങ്ങളും മത്സ്യത്തൊഴിലാളികളുമായ കുടുംബങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ് KJ മാക്സി MLAയും റവന്യൂ അധികൃതരും സ്വീകരിച്ചത്. തുടർന്ന് ഹൗസിംഗ് ബോർഡിന് സർക്കാർ നഷ്ടപരിഹാരം നൽകുകയും ചെയ്തതോടെ പോക്കുവരവിനുള്ള NOC ലഭിക്കുകയും ഇവർക്ക് പോക്കുവരവ് അനുവദിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. സാധാരണ പോക്കുവരവ് നടപടികളിൽ നിന്ന് വ്യത്യസ്തമായി ചടുലമായി തന്നെയാണ് പോക്കുവരവ് നടപടികൾ നടത്തിയത്. ഇമാനുവൽ ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ KJ മാക്സി MLA പോക്കുവരവ് രേഖകൾ കൈമാറിയപ്പോൾ ഇവരുടെ മുഖത്ത് ഏറെ നാളത്തെ പ്രയത്നത്തിന്റെ സഫലീകരണത്തിന്റെ കാഴ്ചകൾ കാണാമായിരുന്നു. ചടങ്ങിൽ ഭൂരേഖ തഹസിൽദാർ ബെന്നി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. രാമേശ്വരം വില്ലേജ് ഓഫീസർ ലൂസി സ്മിത സെബാസ്റ്റ്യൻ, ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് ആന്റണി ഹെറ്റിസ്, റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരി ഡോക്ടർ ലളിത തോമസ്, പ്രസിഡന്റ് ആന്റണി കളത്തിൽ, സെക്രട്ടറി ജെയ്സൺ ചിറമേൽ, WC തോമസ്, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഡിവിഷൻ കൗൺസിലറുമായ ഷീബാലാൽ, ഇമ്മാനുവൽ ചർച്ച് വികാരി ഫാദർ ജോസഫ് ജോർജ് കിഴക്കേ വീട്ടിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇവർക്ക് പോക്കുവരവ് ലഭ്യമാകുന്നതിന് വേണ്ടി ഏറെ പരിശ്രമിച്ച ജോസഫ് ആന്റണി ഹെറ്റിസിനെ ചടങ്ങിൽ ആദരിച്ചു. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3 സംവിധാനങ്ങളുടെ യോജിച്ച പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കിട്ടിയിരുന്നത്. 3 സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്. ഇപ്പോൾ ലെജിസ്ലേച്ചർ തലത്തിലിരിക്കുന്നതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട MLA. ഇത് റവന്യൂ അസംബ്ലിയിലും അതുപോലെ നിയമസഭയിലും പലതവണ ഇത് അവതരിപ്പിച്ച വിഷയമാണ്. ഇത് അവതരിപ്പിച്ച കാരണം തന്നെ ഗവൺമെന്റിന് ഇത് സംബന്ധിച്ച് പരിചിതമാണ്. ഇത് പ്രശ്നം തീർക്കണമെന്നും ആഗ്രഹം ഗവൺമെന്റിൻ്റെ ഉള്ളിലേക്ക് വന്നതും ബഹുമാനപ്പെട്ട MLAയുടെ ഇടപെടലിലൂടെയാണ്. പക്ഷേ നമ്മളിൽ പലരും അത് അറിയാതെ പോയിട്ടുള്ളതാണ്. കാര്യം ഈ നിയമസഭ കൂടുമ്പോഴും റവന്യൂ അസംബ്ലി കൂടുമ്പോഴും സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയാൻ പറയും. അപ്പോൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രശ്നം ഈ പ്രശ്നം തന്നെ. ഇത് വളരെ സജീവമായിട്ട് ഉന്നയിച്ചുകൊണ്ട്
ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്തി ജുഡീഷ്യറിയുടെ തീരുമാനം വരുന്ന സമയത്ത് തന്നെ സാധാരണ ജുഡീഷ്യറി തീരുമാനം വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് അപ്പീൽ പോകും. കാര്യം സർക്കാർ തന്ന ഭൂമി, ഹൗസിംഗ് ബോർഡിന്റെ ഭൂമി, ഹൗസിംഗ് ബോർഡ് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂമി ഒരു കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൈമാറും. ഒത്തിരി ഞാനൊരു ഇലക്ഷന് ജയിലിൽ വന്നപ്പോൾ മുതൽ ശ്രീ ആന്റണി എടുത്ത് വന്നിട്ട് ഇതെല്ലാം പറയുമ്പോൾ ഞങ്ങൾ നഗരസഭയ്ക്ക് പറ്റുന്ന കാര്യമല്ല. അദ്ദേഹം MLA പറഞ്ഞ പോലെ നിരവധി തവണ അദ്ദേഹം പോയി കണ്ട് സാറിനോട് ഉൾപ്പെടെയാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിരിക്കുന്നത്. നീണ്ട വർഷങ്ങൾക്ക് ശേഷം പട്ടയം ലഭിച്ചതിലേറെ സന്തോഷമുണ്ടെന്ന് കുടുംബങ്ങൾ വ്യക്തമാക്കി. 18 വർഷത്തെ ഞങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമാണ് കിട്ടിയേക്കുന്നത്. ഞങ്ങൾ അതിയായ സന്തോഷം. ഇത് ഞങ്ങളുടെ കൂടെ നിന്ന 3 പേര് ഞങ്ങളിവിടെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എൻ്റെ ഇമ്മാനുവൽ റെസിഡൻസ് അസോസിയേഷൻ്റെ 29 കുടുംബാംഗങ്ങളുടെ പട്ടയ വിതരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഒത്തിരി കാലത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു 3 വർഷത്തെ കോടതി നടപടികൾക്ക് ശേഷം നമ്മൾ അത് നേടിക്കൊടുത്തു. ഇവിടെ പോക്കുവരവ് നടത്തി കിട്ടാതെ എന്നൊരു പോക്കുവരവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ 29 കുടുംബാംഗങ്ങൾക്ക്. അവർക്ക് ബാങ്കിൽ നിന്നോ മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു ലോണോ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എടുക്കുകയായിരുന്നു ഇത്രയും വർഷം. അപ്പോൾ നമ്മുടെ അസോസിയേഷൻ്റെ നിരന്തരമായ പരിശ്രമങ്ങൾ മുഖാന്തരം അവർക്ക് പോക്കുവരവ് നടത്തി കൊടുക്കുവാനായിട്ട് സാധിച്ചു. അതിൻ്റെ വളരെ ചാരിതാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.